സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും നിറവിൽ അരുണാചൽ പ്രദേശിലെ ലോങ്ഡിംഗ് ജില്ലയിലുള്ള എഞ്ചിനു ഗ്രാമം മിയാവോ രൂപതയിലെ ക്രൈസ്റ്റ് കിങ് ദേവാലയത്തിന്റെ രജത ജൂബിലി ആഘോഷവും ഈശോയുടെ തിരുഹൃദയത്തിന് സമർപ്പിതമായ പുതിയ പള്ളി കെട്ടിടത്തിന്റെ ആശീർവാദ കർമ്മവും പ്രൗഢഗംഭീരമായി നടത്തപ്പെട്ടു. ജൂബിലി സ്മാരകമായി ഒരു വിദ്യാലയത്തിന്റെ നിർമ്മാണത്തിന് ശിലാസ്ഥാപനവും നിർവഹിച്ചു. വരും വർഷങ്ങളിൽ വിപുലമായ മാറ്റങ്ങൾക്ക് വിദ്യാലയം സാക്ഷ്യം വഹിക്കും. കത്തോലിക്ക വിശ്വാസികൾക്കും മറ്റുള്ളവർക്കും സഭയെക്കുറിച്ച് അഭിമാനിക്കാവുന്ന ഒന്നായി ഈ വിദ്യാലയം മാറുമെന്നത് തീർച്ചയാണ്. 25 വർഷങ്ങൾക്ക് മുമ്പ് ഈറ്റ, ഓല, തടി എന്നിവയിൽ നിർമ്മിതമായ പഴയ പള്ളിക്ക് പകരം ആധുനിക രീതിയിൽ നിർമ്മിച്ച ക്രൈസ്റ്റ് കിങ് ദേവാലയത്തിന്റെ ആശീർവാദ കർമ്മം മിയാവോ രൂപത ബിഷപ്പ് മാർ ജോർജ് പള്ളിപ്പറമ്പിലിന്റെയും ഫാദർ എബ്രഹാം മുത്തോലത്തിന്റെയും മുഖ്യ കാർമ്മികത്വത്തിൽ ഭക്തി നിർഭരമായി നടത്തപ്പെട്ടു. നിരവധി വിശ്വാസികൾ ഈ തിരുക്കർമ്മത്തിൽ പങ്കാളികളായി. വാഞ്ചോ ഗോത്രക്കാർ വസിക്കുന്ന എഞ്ചിനു ഗ്രാമം 500-ലധികം കുടുംബങ്ങളുള്ള ഏറ്റവും വലിയ വാഞ്ചോ ഗ്രാമമായി അറിയപ്പെടുന്നു. ഇതിൽ 220 പേർ കത്തോലിക്കരാണ്. 1980കളുടെ പകുതി വരെ തെറ്റായ വിവരങ്ങൾ കാരണം ഈ ഗ്രാമം ക്രൈസ്തവ വിശ്വാസത്തിന് എതിരായിരുന്നു. പിന്നീട് അയൽ രാജ്യമായ എഞ്ചിനു ഗ്രാമത്തിലെ മിസ്റ്റർ കപ്നായി വാൻസ 1985-ൽ എഞ്ചുവിൽ നിന്ന് ബോസ്കോ ബൈബിൾ സ്കൂളിലേക്ക് 3 ആൺകുട്ടികളെ കൂട്ടിക്കൊണ്ടു പോവുകയും ക്രിസ്തീയ വിശ്വാസം പകർന്നു നൽകുകയും ചെയ്തു. അങ്ങനെ ശ്രീ ചായിലായി ഗ്രാമത്തിൽ നിന്നുള്ള ആദ്യത്തെ കത്തോലിക്കനായി ജ്ഞാനസ്നാനമേറ്റു. അദ്ദേഹത്തെ പിന്തുടർന്ന നിരവധി പേർ ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കുകയും 2000-ൽ ഗ്രാമത്തിലുടനീളം പ്രവേശനക്ഷമതയുള്ള ഒരു കേന്ദ്ര ദേവാലയം നിർമ്മിക്കപ്പെടുകയും ചെയ്തു. മുളയും ഈന്തപ്പനയും കൊണ്ട് നിർമ്മിച്ച ഈ പള്ളി ഇന്നും നിലനിൽക്കുന്നു. സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നത് സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് ഭാഗ്യമെന്നാണ്. അത്തരത്തിൽ സ്വീകരിക്കുന്നത് ക്ഷണികമായ സന്തോഷം നൽകുമ്പോൾ യഥാർത്ഥവും ശാശ്വതവുമായ ആനന്ദം ലഭിക്കുന്നത് നൽകുന്നത് വഴിയാണ്. മിയാവോ രൂപതയിൽ 7 ദേവാലയങ്ങൾ നിർമ്മിക്കുന്നതിന് സംഭാവന നൽകിയത് വഴി പങ്കുവെക്കലിന്റെ മഹനീയ മാതൃകയാണ് ഫാദർ എബ്രഹാം മുത്തോലത്ത് നമുക്ക് പകർന്നു നൽകുന്നത്. മിയാവോ രൂപതയുടെ അജപാലന സേവനങ്ങൾ വിപുലീകരിക്കുന്നതിനും സഭയുടെ സാന്നിധ്യം ആത്മീയമായും സാംസ്കാരികമായും സാമ്പത്തികമായും സാമൂഹ്യമായും എല്ലാവരിലേക്കും എത്തിക്കുന്നതിനും സഹായിക്കുന്ന ഫാദർ എബ്രഹാം മുത്തോലത്ത് നിറഞ്ഞ കയ്യടികൾ അർഹിക്കുന്നുണ്ട്. ചേർസ് ഡെസ്ക് ഷെക്കിനായ ന്യൂസ്.